യാ മോനെ, എന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഫോളോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഈ ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇഷ്ടം പോലെ DM എനിക്ക് വന്നുകൊണ്ടിരുന്നത് ആസ്കിങ് ബ്രോ ഇതെങ്ങനെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഫോണിനകത്ത് ചെയ്യാൻ പറ്റുന്നു. ആക്ച്വലി ഞാൻ ഇത് ഫോട്ടോഷോപ്പിനകത്ത് PC കകത്തുള്ള ഫോട്ടോഷോപ്പിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് എങ്ങനെ മൊബൈൽ ഫോണിനകത്ത് എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. നോക്കല്ല, ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഓൾ ഗുഡ്. ആൻഡ് ഇത് ഫോണിനകത്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ 2 ആപ്പിൻ്റെ ആവശ്യമുണ്ട്. ഒന്ന് പിക്സാർട്ടും ഒന്ന് ലൈറ്റ്റൂമും. പിക്സാർട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ സ്കൈ റീപ്ലേസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വേറൊരു പിക്ചർ എടുത്തിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ട് റീപ്ലേസ്മെൻറ്റ് കാര്യത്തിനാണ് പിക്സാർട്ടിൻ്റെ ആവശ്യം. ആൻഡ് ലൈറ്റ്റൂമിൻ്റെ ആവശ്യം ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമല്ലോ, കളർ ഗ്രേഡ് ചെയ്യാനും കളർ കറക്ഷനും ബേസിക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ്റൂമിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പം ഈ 2 ആപ്പും ഉള്ളവർ ഓക്കെ. ഇത് 2 ആപ്പും ഇല്ലാത്തവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് എവിടെ ഉണ്ടാവുമെന്ന് അറിയാലോ, പറയേണ്ട കാര്യമില്ല. ഓക്കെ, അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വരിക. ഓക്കെ, ആൻഡ് ഐ സീ യു ഗൈസ് ആഫ്റ്റർ ദ ഇൻട്രോ. അതിന് മുമ്പ് ആപ്പൊക്കെ ഓപ്പൺ ചെയ്ത് സെറ്റാക്കിയിട്ടിരിക്കുക. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഇതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു തരണം. ഓക്കെ, എങ്ങനെ എഡിറ്റ് ചെയ്യണം, ഏതൊക്കെ പ്രോസസ്സാണ്, ഈച്ച് വാല്യൂസ് അതൊന്നും പറഞ്ഞു തരുന്നില്ല. ഓക്കെ, കോൺസെപ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഏത് ഫോട്ടോയും ഏത് രീതിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക് നോളേജാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോൻ്റെ പിക്സാർട്ടിനകത്ത് ഓപ്പൺ ചെയ്യാം. പിക്സാർട്ടിനകത്ത് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇൻട്രോ ലോഗൊക്കെ വന്നതിന് ശേഷം താഴെ ഒരു പ്ലസ് ഉണ്ടല്ലോ, അതിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഒന്ന് കാണാൻ പറ്റും. ടച്ച് ഇറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോയിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ പറ്റും. അതിന് താഴെ ഇങ്ങനെ കുറേ ഐക്കൺസ് ഉണ്ടാവും, ലോഗോസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ സ്ക്രോൾ ചെയ്തെന്ന് വെച്ചാൽ ആഡ് ഫോട്ടോ ഒന്നുണ്ടാവും. ആഡ് ഫോട്ടോയിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും ഗാലറി ഓപ്പൺ ആവും. അതിനകത്തുനിന്ന് നമ്മുടെ അതിൻ്റെ മുകളിൽ വെക്കുന്ന ഫോട്ടോ, ഇതിനകത്ത് ഒരു മൗണ്ടെയിൻ ആണല്ലോ അതിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ മൗണ്ടെയിൻ ഉള്ള ഫോട്ടോയിൽ ഞാൻ ടച്ച് ചെയ്യണം. ആൻഡ് ആ ഫോട്ടോയിൽ ടച്ച് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് വരുമല്ലോ. നമുക്ക് പിൻ ചെയ്ത് അതിന് വലുതാക്കാനൊക്കെ പറ്റും. ഇങ്ങനെ ആക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ ചെറുതാം, ഇങ്ങനെയൊക്കെ വലുതാവും. ഓക്കെ, അതിൻ്റെ ഫുൾ സ്ക്രീനിലേക്ക് വലുതാക്കി വെച്ചിട്ട് താഴെ ഒന്നും കൂടി ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയെന്ന് വെച്ചാൽ അവിടെ ഫ്രീ ക്രോപ്പ് എന്നുണ്ടാവും. ഫ്രീ ക്രോപ്പിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ സംഭവം വരും. ഇതിനകത്ത് താഴെ ബ്രഷ് എന്നുണ്ടാവും. ബ്രഷിൽ ടച്ച് ചെയ്യാം. ഓക്കെ, ആൻഡ് ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമുക്ക് എവിടെയാണോ വേണ്ടത് അത് മാത്രം ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ കാണുന്ന പോലെ. ഓക്കെ, വേണ്ടത് മാത്രം കേട്ടോ. ഇത് വരച്ച ഭാഗം മാത്രം നമുക്ക് കിട്ടുള്ളൂ. വരയ്ക്കാത്ത ഭാഗം ഇറേസ് ആയി പോകും. വരച്ച ഭാഗം കറക്റ്റ് വരച്ച ശേഷം മുകളിൽ ടിക്ക് കൊടുക്കുക. ബൂം, സാധനം വന്നില്ലേ. സോ ഇതിന് നമുക്ക് ചെറുതായി എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ പിൻ ചെയ്ത് ഇങ്ങനെ സൂം ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് ഇതൊന്നും കൂടി ഒന്ന് അടിപൊളിയാക്കാനായിട്ട് താഴെ ഒപ്പാസിറ്റി ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോട്ടോന് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട്. ആൻഡ് താഴെ ഒന്നും കൂടി നോക്കിയെന്ന് വെച്ചാൽ അവിടെ ബ്ലെൻഡിന് കാണും. ബ്ലെൻഡിനകത്ത് നമ്മുടെ ഓപ്ഷൻ ഡാർക്കെന്ന് കൊടുക്കുക. ഡാർക്കൻ കൊടുത്തെന്ന് വെച്ചാൽ ഒന്നും കൂടി സെറ്റായി. അപ്പോൾ നമ്മൾ വെച്ച പോലെ തോന്നിക്കുകയില്ല. നീറ്റായാലോ, പരിപാടിക്ക് ഉഷാറായി. അപ്പം പിക്സാർട്ടിനുള്ള പരിപാടി കഴിഞ്ഞു. മുകളിൽ സേവിൻ്റെ ഒരു ആരോ മാർക്ക് കാണുമല്ലോ ഇങ്ങനെ. യെസ്, അതിൽ ടച്ച് ചെയ്യുന്നത് വെച്ചാൽ ഫോട്ടോ നമ്മുടെ ഗാലറിക്കകത്ത് സിമ്പിളായിട്ട് സേവ് ആയി പോകും. ഇനി നമുക്ക് ഏത് അടുത്ത ആപ്പ് വേണ്ടത്? ലൈറ്റ്റൂം ഓപ്പൺ ചെയ്ത് താഴെ ആ സംഭവത്തിൽ നിന്ന് ഗാലറി ഓപ്പൺ ആവും. അതിൽ തൊട്ടെന്ന് വെച്ചാൽ അപ്പം അതിൽ തൊട്ടിട്ട് ഗാലറി ഓപ്പൺ ആക്കിയിട്ട് നമ്മളിപ്പോൾ പിക്സാർട്ടിന് സേവ് ചെയ്ത ഫോട്ടോ ഉണ്ടോ അതിൽ ടച്ച് ചെയ്യുക. മുകളിൽ ആഡ് കൊടുക്കുക. ബൂം. അപ്പോൾ എൻ്റെ ഫോട്ടോന് വേണ്ടിയിട്ടുള്ള എക്സ്പോഷറും വാല്യൂസും കാര്യങ്ങളാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ ആയിരിക്കില്ല, വേറെ ലൈറ്റിങ്ങിൽ വേറൊരു കളറിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും. സോ എല്ലാ ഫോട്ടോസും ഒന്നിൽ നിന്നും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഈ വാല്യൂസ് നിങ്ങളുടെ ഫോട്ടോയിൽ ഇട്ടെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വരില്ല. ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. പിക്സാർട്ടിൽ നിന്ന് അങ്ങനെ എഡിറ്റ് ചെയ്യുക, അങ്ങനെ ലൈറ്റ്റൂമിൽ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കളർ കറക്ഷനും ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യുക. മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഫോട്ടോ അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഫോണിനകത്ത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൊളിയല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പം അങ്ങനെയാണ് അടിപൊളിയായിട്ട് ഈ ഫോട്ടോ മൊബൈൽ ഫോണിനകത്ത് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പം ഇതുപോലെ ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത സൂപ്പർ ഫോട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൊളിയല്ലേ? അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി ബാങ്കർ ആൻഡ് ബ്യൂട്ടിഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും അതുവരേക്കും ആൻഡ് ബി ക്രിയേറ്റീവ്. പോയിട്ട് വരാം. ലോട്ട്സ് ഓഫ് ലവ്.